അവർ ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ അഞ്ജലി പോവാ കേട്ടോ. അഞ്ജലി അവിടെ ഒരു ഷോപ്പാണ്, പുതിയ ഷോപ്പാണ്. അവിടെ ഷേക്ക്, ടീ, ഡിഫറൻറ്റ് ടീ ഉണ്ട്, പിന്നെ റോസ്റ്റഡ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അപ്പം ഞങ്ങളിതാ പോവുകയാണ്. ഞങ്ങളുടെ ഗേറ്റ് കിടന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങൾ ചുണ്ടയിലാണുള്ളത്. ഞങ്ങളിപ്പോൾ അഞ്ചൽ ഭാഗത്തോട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ചായ കുടിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയുണ്ട് ഞങ്ങൾ പോകുന്ന റോഡൊക്കെ? ഇവിടെ ലെഫ്റ്റ് സൈഡ് ഫുള്ളും റബ്ബർ തോട്ടമാണ് കേട്ടോ. കുറേ വളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും ചായ കുടിക്കാൻ പോകാറുണ്ടോ? ചായ കുടിക്കാനൊക്കെ പോകുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നല്ല നല്ല സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പോകാൻ വേണ്ടിയിട്ടാണേ. ഇതിപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ റോഡ് ചെന്ന് കയറുന്നത് ചുണ്ടയിലാണ്. താഴോട്ട് ഇറക്കമാണ്. എവിടെ പോവാ? ചായ വേണോടാ? ചായ് ചായ്. ഇത് നമ്പർ സ്റ്റാൻഡാണോ? ചായ് 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 ചായ കുടി കൂടുന്നുണ്ട്. അതെ, നൈലു ചായ കുടി കൂടുതലാട്ടോ. ചായ കുറയ്ക്കണം കേട്ടോ നൈലു. ഗൈസ്, നിങ്ങൾ എല്ലാരും ചായ കുടിച്ചോ? അപ്പം എല്ലാരും ചായയാണോ കോഫിയാണോ കുടിച്ചത്? എന്തായിരുന്നു സ്നാക്സ് കഴിക്കാനായിട്ട്? നൈലു ഒരു പാട്ട് പാടിക്കാൻ വേണ്ടുന്ന കാക്കേ കാക്കേ പാട്. അയ്യോ, കാക്കയ്ക്ക് ജലദോഷം പിടിച്ചു കേട്ടോ. അപ്പം നമ്മള് അഞ്ചൽ ബൈപ്പാസിലോട്ട് എൻ്ററായി. അങ്ങനെ ബൈപ്പാസിലൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നൈലു നമ്മളിപ്പോ എത്തും കേട്ടോ. നൈലു എന്താ വേണ്ടേ? ചായയാണോ വേണ്ടേ? മണ്ണ് വേണോ? മസ്ക ബണ്ണ്. നൈലു സത്യം പറഞ്ഞ ഈ ബൈപ്പാസ് നേരത്തെ ഒരു പാടവരമ്പായിരുന്നു കേട്ടോ. ഇപ്പൊ അത് റോഡാക്കി. ഇപ്പൊ ഇവിടെ ഒരുപാട് കടകളൊക്കെ വന്നു. ഒരുപാട് ഹോട്ടലുകളും തട്ടുകടകളും മന്തിക്കട, അങ്ങനെ ഒരുപാട് ഷോപ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. സ്ഥലത്തെയും വസ്തുക്കൾക്ക് നല്ല വില കൂടി. റിയൽ എസ്റ്റേറ്റുകാരും നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും പ്ലോട്ട്സുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഇവിടെ വന്ന് വാങ്ങിക്കുക. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അഞ്ചലിനെ ഇപ്പൊ നൈറ്റ് വൈബായിട്ടാണ് പറയുന്നത്. കാരണം ഏകദേശം രാവിലെ 2 മണി വരെ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ തന്നെയുണ്ട്. ഇപ്പൊ ഒരു 7 മണിയോടെ തന്നെ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ ട്രാഫിക്കിൽ നിൽക്കുവാണ് ഇപ്പം. ഇനി ഒരു 27 സെക്കൻഡും കൂടെ ഉണ്ട് കേട്ടോ.
ഷോപ്പുകളാണേ. പിന്നെ ഇല്ലോ എന്ന് പറയുന്നൊരു ടോഡി ഷോപ്പ് വരുന്നുണ്ട്. മില്യൺ കഫേ സ്റ്റാർട്ട് ആയിട്ടില്ല, അതുടനെ തന്നെ സ്റ്റാർട്ട് ആകും. പിന്നെ ഫ്രഷ് ഫിഷ് ഇവിടെ ഉണ്ട്. അത് 2-3 സ്ഥലത്ത് ഫ്രഷ് ഫിഷ് ഇവിടെ അവര് സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഹോസ്പിറ്റലും ഉണ്ട്, കുട്ടികളുടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ നിറയെ പട്ടിക്കുട്ടികളൊക്കെ വഴികളിൽ നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അപ്പം നമ്മുടെ കോഫി ഷോപ്പ് എത്തി. അൽദീക്ക് കണ്ടെയ്നർ കഫേ എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. ഇപ്പൊ ഞങ്ങള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പം നമുക്ക് കോഫി ഷോപ്പിൽ പോയാലോ? അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഒക്കെ വാട്ടറൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമാണ് അല്ലേ? അപ്പം ഞങ്ങളത് കുറേ നേരം നോക്കി നിന്നു. പിന്നെ ഇതാണ് അവിടുത്തെ കഫേ കേട്ടോ. ഒരുപാട് ആളുകളവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ സമയം ആയതുകൊണ്ടാണ്. കുറച്ച് വൈകിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സീറ്റൊന്നും കിട്ടില്ല, അത്രയ്ക്ക് ആളുകളായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ സ്നാക്സിൻ്റെ ഭാഗത്തോട്ട് പോയി. ഡിഫറെൻറ്റ് ടൈപ്സ് സ്നാക്സ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മസ്ക ബണ്ണൊക്കെ തന്നെ പല ടൈപ്പിലുണ്ട്. അങ്ങനെ നിയാസിക്ക അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു. അപ്പം ഞാൻ അങ്ങോട്ട് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. മോളുടെ അടുക്കലോട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നഷ്മയും ഞാനും നൈലും കൂടെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി. അവിടെ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നഷ്മിയ പാട്ടൊക്കെ പാടി ഇങ്ങനെ നല്ല അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. അപ്പം ഇതിലും വഴി അഞ്ചൽ ബൈപ്പാസ് വഴി പാസ് ചെയ്യുന്നവർ എന്തായാലും ഇവിടെ വന്ന് കോഫിയൊക്കെ കുടിക്കണം കേട്ടോ. മസ്കാബണ്ണിന് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യണേ. അപ്പം ഞങ്ങൾ ഷെയ്ക്കൊക്കെ കുടിച്ച് മസ്ക ബണ്ണ് തിന്ന് പിന്നെ എഗ് പപ്സ് തിന്ന് ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് ഇങ്ങനെ സെൽഫിയൊക്കെ എടുക്കാനായിട്ടിരിക്കുകയാണ്. ആദ്യം ഞാനും നൈലും കൂടെ ഒരു ചെറിയ സെൽഫി വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ നഷ്മിയ ഓടി വന്ന് നിന്നു, ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ നിയാസിക്കായും കൂടെയൊക്കെ വന്ന് നിന്നു. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ എവരിബഡി.